Hi viewers, welcome back to my YouTube channel. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനൊന്നൊരു പുസ്തകമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പുസ്തകമാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. യെസ്, റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. ചെന്നൈ ഉൺകിളെ അൻപുടൻ വരവേൽക്കുന്നത്. യെസ്, ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ പുസ്തകം എന്ന്. അതെ, നമ്മുടെ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. അത് ഞാൻ പറയാണ്ട് തന്നെ മിക്ക മലയാളികൾക്കും ഈ പുസ്തകത്തിനെ കുറിച്ച് അറിയാം. വളരെ നല്ല ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. നമ്മൾ യൂത്തിന്റെ പൾസ് അറിയുന്ന ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ അത്. കാരണം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം തന്നെ അറിയാം, നമ്മളുടെ ഒരുപാട് പേര് ഫുൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എൻഗേജ്ഡ് ആണ്. അവരുടെ ലൈഫ് ബിസി ലൈഫിൽ ഇപ്പോഴും ഈ ഒരു പുസ്തകം കാരണമാണ് ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫിൽ പോലും ആൾക്കാർ പുസ്തകത്തിന് വേണ്ടി, വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സമയം മാറ്റിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ അഖിൽ പി ധർമ്മജന്റെ ഈ ഒരു പുസ്തകത്തിന് തന്നെയായിരിക്കും കേട്ടോ. വളരെ നല്ല പുസ്തകമാണ്. ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും നല്ലൊരു ഫാമിലി സ്റ്റോറി, നല്ലൊരു ലവ് സ്റ്റോറി എല്ലാം കൂടി മിക്സ്ഡപ്പ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ ഫീലിങ്സും ഒരുമിച്ച് കിട്ടും ഈ ഒരു ഒറ്റ ബുക്കിൽ. എല്ലാ ഫീലിങ്സും അല്ലെങ്കിൽ എല്ലാ റിലേഷൻസിനും കുറിച്ചിട്ട് ഈ ഒരു ഒറ്റ ബുക്കിൽ പറയുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പുസ്തകമാണ്. ഞാൻ വായിച്ചതിൽ ഇപ്പം ഞാൻ ഈ ഇടയിൽ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് റാം കെയർ ഓഫ് ആനന്ദി തന്നെയാണ്. പിന്നെ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ കവർ പേജ് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേജാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നമ്മളുടെ തൃശ്ശൂരിൽ ഒരു ബുക്ക് ഫെസ്റ്റ് വന്നിരുന്നു. ബുക്ക് ഫെസ്റ്റിന് പോയപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ കണ്ടതാണ്. ഈ കവർ കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ സമയത്ത് എനിക്കത് മേടിക്കാൻ തോന്നിയില്ല. ബിക്കോസ് എൻ്റെ ബുക്ക് ലിസ്റ്റ് വേറെ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. അതുകൊണ്ട് ഞാനിത് നൈസായിട്ട് ഇഗ്നോർ ചെയ്ത് വിട്ടൊരു പുസ്തകമാണ്. പിന്നെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഷാനു ജിതൻ. ഷീസ് എ റൈറ്റർ ആൻഡ് ആൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു പുസ്തകമാണ് കേട്ടോ റാം കെയർ ഓഫ് ആനന്ദി. ചേച്ചി എന്നോട് പറയും ബുക്ക് വായിച്ച് നോക്ക്, വളരെ നല്ല പുസ്തകമാണ്. അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്തു ആമസോണിൽ. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ് നോവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു പുസ്തകം. എൻ്റെ വായിക്കാത്ത പല ഫ്രണ്ട്സും ബുക്ക് കാണുമ്പോൾ തന്നെ ഓടുന്ന ടീമുകളുടെ പറയല്ലേ, അവർ വരെ ഈ പുസ്തകം മേടിച്ച് വായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അവർ വരെ ഇത് ബുക്ക് വായിച്ചിട്ട് ലൈക്ക് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അവർക്കൊരു ഇൻട്രൊഡക്ഷൻ ആയി തുടങ്ങി. ഇതൊരു വായിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തടുത്ത ബുക്സുകൾ വായിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയി തുടങ്ങി പല പിള്ളേർക്ക് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് സർക്കിളുള്ള മിക്ക പേരും ഈ ഒരു ബുക്സ് വായിച്ചിട്ടുണ്ട്. എന്താ പറയുക, അവർ വളരെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും വായിക്കാൻ മടിയുള്ളവർ പോലും ഈ ഒരു ബുക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മാതിരി വീണ്ടും അടുത്ത ബുക്ക് എടുത്ത് വായിക്കാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അവർക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊടുത്തൊരു പുസ്തകം തന്നെയാണ് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ എന്താ പറയുക കാണിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. നമുക്ക് വിഷമാവും കേട്ടോ, വിഷമാവുന്ന കുറേ എലമെൻസും ഉണ്ട് ഇതിൽ. പക്ഷെ വളരെ നല്ല ഫീൽ ഗുഡ് ബുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ആനന്ദി, റാം, നമ്മളുടെ അമ്മാമ്മ, പാട്ടിയമ്മാമ, അങ്ങനെ കുറേ ആൾക്കാരുടെ കഥ പറഞ്ഞു പോകുന്ന, കുറേ ജീവിതങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകം. ഔട്ട് ഓഫ് 10 I will rate 20 on 10. 10 ഒന്നും കൊടുത്താൽ പോരെ, ബുക്ക് 100 on 100 കൊടുക്കേണ്ടി വരും. അത്രയും നല്ല പുസ്തകമാണ് ഈ ഒരു ബുക്ക്. ഐ ഹൈലി റെക്കമെൻഡ് ഫോർ all the beginners and all the readers out there. ഇറ്റ്സ് എ വെരി ഫാന്റാസ്റ്റിക് ഓർ ഇറ്റ്സ് എൻ അമേസിംഗ് ബുക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു പുസ്തകത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 399 ആണ്. ഈ ബുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 320 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സോ എല്ലാവരും റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു. നമുക്ക് ചെന്നൈ എന്ന് പറയുന്ന ഒരു സ്ഥലം അത്ര ഭംഗിയായിട്ട് എന്താ പറയുക, നല്ല ഭംഗിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ കേട്ടോ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ചെന്നൈയിൽ പോയൊരു ഫീലായിരിക്കും നമുക്ക് ഈ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നല്ലൊരു പുസ്തകമാണ്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.